ഹലോ. അപ്പോൾ ഇതാ കർക്കിടകം വന്നെത്തിയല്ലേ. അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ നമ്മുടെ കഞ്ഞി വെച്ച് തുടങ്ങാൻ വെച്ചു. നമ്മുടെ മലയാളികളെല്ലാവരും കർക്കിടകക്കഞ്ഞി കഴിക്കുന്നവരായിരിക്കും. എങ്കിലും ഞാൻ എല്ലാ വർഷവും 2 ആഴ്ച മുടങ്ങാതെ ഉലുവക്കഞ്ഞി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഈ 1-ാം തീയതി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഉലുവക്കഞ്ഞി ഞാനിപ്പോൾ ഒരു ആ ചെറിയൊരു പാത്രത്തിൽ ഉലുവ എടുത്ത് ഒരു 3 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഡബിളായിട്ട് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞവര അരിയോ ഉണക്കലരിയോ എന്താണെന്ന് വെച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പച്ചരി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കർക്കിടകത്തിൽ എന്താ പറയുക, പ്രതിരോധ ശക്തി കുറഞ്ഞിട്ടുള്ള സമയമായിരിക്കുമല്ലോ. അപ്പോൾ ഈ അസുഖങ്ങളെല്ലാം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കും. അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ കർക്കിടകക്കഞ്ഞി. കർക്കിടകക്കഞ്ഞി തന്നെ മരുന്ന് കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ വർഷവും ഉലുവക്കഞ്ഞിയാണ് കേട്ടോ കഴിക്കാറ്. ഇപ്പം മരുന്ന് കൂട്ടുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ മരുന്ന് കഞ്ഞിയായിട്ടൊന്നും കുടിക്കാറില്ല. ഉലുവക്കഞ്ഞി ഇതും നമുക്ക് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. ഒരു 2 ആഴ്ച പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരാഴ്ചയെങ്കിലും ഇത് കുടിക്കാം. അപ്പം എൻ്റെ കഞ്ഞി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കട്ടിയല്ലല്ലോ, ഒരു കഞ്ഞിയല്ലേ, ആ കഞ്ഞി പരുവത്തിലുള്ള ആ ഒരു കണക്കായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഞാനത് മധുരത്തിന് വേണ്ടിയിട്ട് 2 വെല്ലമാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഉലുവേൻ്റെ കയ്പ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് ആ ഒരു ബാലൻസ്. ഇനി കയ്പ്പ് അങ്ങനെ തന്നെ കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വെല്ലം ഒഴിവാക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഓരോന്നാൾ ഇഷ്ടം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇടുന്നുണ്ട്. തേങ്ങയും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഉലുവക്കഞ്ഞി. അങ്ങനെ പ്രത്യേകം ഇന്ന ആൾക്ക് എന്നൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് അതിൽ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കഞ്ഞി റെഡിയായിട്ടോ. ഈ കഞ്ഞി കുടിക്കേണ്ട സമയം എന്ന് വെച്ചാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ രാത്രിയത്തെ ഡിന്നറോ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ കഴിക്കേണ്ടത്. അതാണ്. അല്ലാണ്ട് ഇത് കുറച്ചൊരു പേരിന് മാത്രം കുടിച്ചത് കൊണ്ട് നമ്മുടെ ആ തടിക്ക് അത് പിടിക്കില്ല. അപ്പോൾ ഞാൻ എല്ലാ തവണയും രാത്രിയാണ് കഴിക്കാറ്. ഇത് കഴിച്ചാൽ പിന്നെ രാത്രി ഭക്ഷണം ഇല്ല കേട്ടോ. അപ്പം ഞാനും ഏട്ടനും, പക്ഷേ കുട്ടികൾ ടേസ്റ്റിന് കുറച്ച് കുടിക്കുന്നല്ലാണ്ട് അവർ രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട്. അവർ പക്ഷേ കുറച്ച് കുടിക്കും, നമ്മുടെ കൂടെ കുറച്ച് കുടിക്കും. അപ്പം ഞാനും ഏട്ടനും 2 ആഴ്ച സ്ഥിരം ഇതാണ് കേട്ടോ രാത്രി കഴിക്കാറ്. അപ്പം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉലുവക്കഞ്ഞി ഒരാഴ്ചയെങ്കിലും എല്ലാവരും കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം കർക്കിടകം പിറന്നതേ ഉള്ളൂ, എല്ലാവരും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.